നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 175 175. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 7 17 ശ്ലോകമാണെന്ന് പറയേണ്ടത്. ജ്യായാൻ ഗുണൈരവരജോ അവിദ്ധിതേ സുതാനാം ലോകാൻ വിചക്രമ യമാന്യദധാധിയജ്ഞ ശ്മാം വാമനേന ജഗൃഹേ ത്രിപദശ്ചലേന യാജ്ഞാമൃതേ പതിചരൻ പ്രഭുഭിർന ചല്യാം. ജ്യായാൻ ഗുണൈരവരജോ അവിദ്ധിതേ സുതാനാം ലോകാൻ വിചക്രമയിമാനുദധാധിയജ്ഞ ശ്മാം വാമനേന ജഗൃഹേ ത്രിപദശലേന യാജ്ഞാമൃതേ പതിചരൻ പ്രഭുഭിർന ചല്യാം. ഇവിടെ യജ്ഞങ്ങളുടെ അതിഥിയുടെ പുത്രന്മാരുടെ കൂട്ടത്തിൽ ഇളയവനെങ്കിലും ഗുണങ്ങളാൽ ജ്യേഷ്ഠൻ ആയി. എന്തുകൊണ്ടെന്നാൽ വാമനരൂപത്തോടുകൂടെ 3 അടി എന്ന വ്യാജത്താൽ ഭൂമിയെ ഗ്രഹിച്ചു. ഈ ലോകങ്ങളെ ആക്രമിച്ചു. പ്രഭുക്കന്മാരാലും സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ യാജ്ഞ കൊണ്ടല്ലാതെ ചലിപ്പിക്കപ്പെടുവാൻ യോഗ്യനല്ല. എന്താ അതിനർത്ഥം? ഭാവാർത്ഥം പറഞ്ഞാൽ മനസ്സിലാവും. വെറും ആജ്ഞ കൊണ്ട് ഒരു കാര്യം നടക്കില്ല. സമചിത്തത മനോഭാവത്തോടു കൂടി ലോകരെ ജയിക്കണം. ലോകരെ ജയിക്കണമെങ്കിൽ ലോകരെ സേവ ചെയ്യണം. ലോകരെ സേവ ചെയ്താൽ ജയം ഉറപ്പായി. എത്ര ആൾക്കാരെ ജയിച്ചു, സേവ ചെയ്തു, അത്രയും ബ്ലെസ്സിങ് നമ്മൾക്ക് മൾട്ടിപ്ലിസിറ്റിയിൽ കിട്ടും. എത്ര ആളെ നമ്മൾ നിരാകരിച്ചു, അത്രയും നെഗറ്റിവിറ്റി നമ്മളെ സൂപ്പർസീഡ് ചെയ്യും. ഇതാണ് സത്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. യാഗങ്ങളുടെ അധിഷ്ഠാന ദൈവമായ ഭഗവാൻ, ഏതൊരു യജ്ഞത്തിൻ്റെയും യാഗത്തിൻ്റെയും അധിഷ്ഠാന ദൈവം ഭഗവാൻ ഈശ്വരനാണ്, മഹാവിഷ്ണുവാണ്, ശ്രീകൃഷ്ണനാണ്, ശ്രീരാമനാണ്. അതിഥിയുടെ പുത്രന്മാരായ ദ്വാദശാദിത്യന്മാരിൽ വെച്ച് വയസ്സുകൊണ്ട് താണവനാണെങ്കിലും ഗുണങ്ങൾ കൊണ്ട് എത്രയും ഉയർന്നവനാകുന്നു. അപ്പം നമ്മൾ വയസ്സുകൊണ്ടല്ല, ഗുണങ്ങളെ കൊണ്ട് എത്ര ഉയരത്തിലാണ്. ഇപ്പം ഞാനൊക്കെ ഒരുപാട് ഗുരുസ്വാമിയായിട്ട് വേഷം അഴിച്ചു വെച്ച ഒരാളാണ്. അപ്പം ഞാൻ സുലഭമായിട്ട് കേൾക്കുന്നൊരു വാക്ക്, സ്വാമിക്ക് എത്ര വയസ്സായി? ഇത്ര വയസ്സായി. എന്നാൽ പിന്നെ ഞാൻ തന്നെ നമസ്കരിക്കേണ്ടതില്ല. അതൊരു അപക്വമതിയായിട്ടുള്ള അഭിപ്രായമാണ്. ആരേനെ നമ്മൾ നമസ്കരിക്കുന്നത്? ശരീരത്തിനല്ല, ശരീരാന്തർഗതമായ ചൈതന്യത്തെ. ആ ചൈതന്യം അനാദിയാണ്, അതിനെയാണ് ബഹുമാനിക്കേണ്ടത്. അതിനെ ഇനിയിപ്പോൾ കാലുകുത്തി നമസ്കരിക്കാൻ വയ്യെങ്കിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചാൽ മതി, പുണ്യം കിട്ടും. മനസ്സുകൊണ്ട് ആരെ എപ്പോൾ വേണമെങ്കിലും, അതായത് ഇനി കുറച്ച് ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ആരെങ്കിലും ആരേനെങ്കിലും തേച്ചു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനൊരു ഇതുണ്ട്, അവരേനും നമസ്കരിക്കാം. കാരണം എന്താ, അവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി എന്താണെന്നുള്ളത് നമ്മൾ നോക്കണ്ട. ആ ചൈതന്യം
ദൈവത്തിനെയാണ് ഞാൻ നമസ്കരിക്കണതെന്ന് വന്നാൽ ഐ ആം ദി ബ്ലെസ്ഡ്. പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ വാമനൻ എന്ന പേരോടുകൂടെ അതിഥിയിൽ നിന്ന് അവതരിച്ച ആ ഭഗവാൻ മഹാബലിയുടെ സത്രത്തിൽ ചെന്ന് 3 അടി വിസ്താരമുള്ള ഭൂമി നൽകണമെന്ന് യാചിച്ചിട്ട് 3 ലോകങ്ങളെയും 3 അടിയായിട്ട് അളന്ന് കൈവശപ്പെടുത്തി. അതാണ് ഗുണങ്ങളെ കൊണ്ട് മേലെയായി എന്ന് പറഞ്ഞത്. മഹാപ്രഭുവായ ഭഗവാൻ യാചിച്ചത് എന്തിനെന്നാൽ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നടക്കുന്നവരെ ജയിക്കണമെങ്കിൽ യാചിക്കുക തന്നെ വേണം. ഇത് വലിയ ഒരു എന്താണെന്നാ പറയുക, എടുത്താൽ പൊന്താത്ത ഉപദേശ. എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്നാക്കി അങ്ങനെ വേണ്ട പറയും ചിലവർ. ഈശ്വരനോടല്ലേ നമ്മൾ യാചിക്കണത്? ഓരോ വ്യക്തികളിലുമുള്ള ഈശ്വരീയ ചൈതന്യത്തിനോടാണ് നമ്മൾ യാചിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് ആർക്കും തിന്മ വരണേന്ന് വിചാരിക്കരുത്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കണ്ടാൽ നിങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ടില്ല എന്ന് നടിയാം. പക്ഷെ മനസ്സുകൊണ്ട് ആ വ്യക്തിനെ നമസ്കരിക്കും വേണം. കുറച്ച് സങ്കീർണമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതിൽ വിജയിച്ചാൽ വിജയി. അപ്പോൾ അടുത്ത ശ്ലോകം. ന അർത്ഥോ ബലേരയം ഉരുക്രമപാദശൗചം ആപശിഖാധൃതവതോ വിബുധാധിപത്യം യോ വൈ പ്രതിശ്രുതമൃതേന ചികീർഷതന്യത് ആത്മാനമംഗ ശിരസാ ഹരയേ ഭീമേനെ. ന അർത്ഥോ ബലേരയം ഉരുക്രമപാദശൗചം ആപശിഖാധൃതവതോ വിബുധാധിപത്യം യോ വൈ പ്രതിശ്രുതമൃതേന ചികീർഷതന്യത് ആത്മാനമംഗശിരസാ ഹരയേ ഭീമേനെ. ഭഗവാന്റെ പാദശുദ്ധി ചെയ്തതായ തീർത്ഥങ്ങളെ ശിഖങ്ങളിൽ ധരിച്ച, ശിഖങ്ങളിൽ എന്ന് പറഞ്ഞാൽ കുടുമയിൽ ധരിച്ചതാണെന്നാണ് പറയുക. കുടുമ തലയിൽ എല്ലാ സ്ഥലത്തും രോമം ഉണ്ടാവാൻ പാടില്ല, ശിഖ ഉണ്ടാവണം എന്നാണ്. അതിന് ശിഖ എങ്ങനെ വെക്കണം, എവിടെ വെക്കണം എന്ന് അതാത് ഗോത്രത്തിലുള്ള വാദ്യാന്മാരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വേണ്ട വയ്ക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ശിഖകളിൽ ധരിച്ച ബലിക്ക്, അതായത് മഹാബലിക്ക് ദേവേന്ദ്രനിൽ പുരുഷാർത്ഥമല്ല യാതൊരുത്തൻ ഹേ നാരദ പ്രതിജ്ഞ ചെയ്തതിനെ ഒഴിച്ച് മറ്റൊന്നിനെ ചെയ്യുവാൻ ഇച്ഛിച്ചില്ല. അതായത് 3 അടി വേണം എന്ന് പറഞ്ഞു. അത് എനിക്ക് ദുഷ്പേരുണ്ടാക്കും, ഞാൻ എത്ര വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ ചോദിച്ചത് മതി എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആദർശത്തിൽ നിന്നു. അതാണ് കേമത്രം. അപ്പോൾ മറ്റൊന്നും ചെയ്യാൻ ഇഷ്ടിച്ചില്ല. ശിരസ് കൊണ്ട് ആത്മാവിനെ ഹരിക്കായി കൊണ്ട് സമർപ്പിച്ചു. ഭഗവാൻ എൻ്റെ വായയിൽ തിരികെ തരുന്ന വാക്കുകളെ അർത്ഥവത്താക്കി തീർക്കുകയാണ്. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാവരെയും മനസ്സുകൊണ്ട് നമിക്കാൻ പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞത്. ആത്മാവിനെ ഹരിക്കായി കൊണ്ട് സമർപ്പിച്ചു, ശിരസ് കൊണ്ട്. ഞാൻ എന്താ എപ്പോഴും ഐ ആം ദി ബ്ലെസ്ഡ് എന്ന് പറഞ്ഞത്? അത് എന്നെ ബോസ്റ്റ് ചെയ്യല്ല. അനുഭൂതി മണ്ഡലത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം, അത് റീപ്ലേസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇനി ഇതിൻ്റെ എന്താ പറയുക, ഭാവാർത്ഥം. ഭഗവാന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്ത തീർത്ഥങ്ങളെ ശിരസിൽ ധരിച്ച മഹാബലിക്ക് ഇപ്പോൾ ബലാത്കാരമായി സമ്പാദിച്ചതും ആരിൽ നിന്ന്? ഇന്ദ്രനിൽ നിന്ന്, ദേവന്മാരിൽ നിന്ന്, മറ്റ് രാജാക്കന്മാരിൽ നിന്ന് ബലാത്കാരേണ സമ്പാദിച്ചത് ഇനി ഭഗവാൻ സന്തോഷിച്ചു കൊടുക്കാൻ പോകുന്നതുമായ ദേവാധിപത്യം എന്ന നിലയും പുരുഷാർത്ഥമായിരിക്കുന്നില്ല. അന്യൻ്റെ മുതൽ തട്ടിയെടുക്കുക, വെറുതെ കിട്ടണം എന്ന് പറയുന്നത് പുരുഷാർത്ഥമല്ല. പിന്നെയോ എന്തെങ്കിലും പോരായ്മ വെച്ചിട്ട് കൃഷ്ണ, ഗുരുവായൂരപ്പ, ദീനവത്സല, ദീനബന്ധോ ഇത് വിളിച്ചാൽ
അത് പുരുഷാർത്ഥത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ഹേ നാരദ, ആ മഹാബലി താൻ ചെയ്ത പ്രതിജ്ഞയ്ക്ക് വിരോധമായി മറ്റൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കാതെ, അതാണ് ഞാൻ കാലിൻ്റെ ചെറിയ കാലം കൊണ്ട് അളക്കാനല്ലേ പറഞ്ഞത്. ഈ എന്താണെന്നാ പറയുക, വിരാട് സ്വരൂപം എടുത്തിട്ട് അളക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെയും വാദിച്ചില്ല. തൻ്റെ ഞാൻ തരാം എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിന്നു. അപ്പോൾ തൻ്റെ ശരീരത്തെ നമസ്കാരപൂർവം ശ്രീഹരിക്കായിക്കൊണ്ട് സമർപ്പിച്ചില്ലയോ എന്നാണ്. തൻ്റെ ശരീരത്തെ നമസ്കാരപൂർവം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ നമസ്കാരപൂർവമാണ് ഭഗവാനിൽ സമർപ്പിക്കേണ്ടത്. അവരവരെയാണ് സമർപ്പിക്കേണ്ടത്. അല്ലാണ്ട് 11 ഉറുപ്പ്യല്ല, അല്ലെങ്കിൽ 1.25 ഉറുപ്പ്യല്ല, 50,000 ആയാലും കാര്യമില്ല. മനസ്സിലായോ? അടുത്ത ശ്ലോകം 19. തുഭ്യം ച നാരദഭൃശം ഭഗവാൻ വിവൃദ്ധ ഭാവേന സാധു പരിതുഷ്ട ഉവാച യോഗം ജ്ഞാനം ച ഭാഗവതമാത്മസതത്വദീപം യത് വാസുദേവ ശരണാ വിദുരഞ്ജസൈവാം. എടുത്താ പൊന്താത്ത ശ്ലോക. തുഭ്യം ച നാരദഭൃശം ഭഗവാൻ വിവൃദ്ധ ഭാവേന സാധു പരിതുഷ്ട ഉവാച യോഗം ജ്ഞാനം ച ഭാഗവതമാത്മസതത്വദീപം യത് വാസുദേവ ശരണാ വിദുരഞ്ജസൈവാം. ഹേ നാരദ, വർദ്ധിച്ചതായ ഭക്തിയാൽ, ഭക്തി ഓരോ ദിവസവും വർദ്ധിക്കണം. അതെങ്ങനെ വർദ്ധിക്കുക? എണ്ണ കഴിഞ്ഞാൽ തിരികെടും. അപ്പോൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം. വയറ്റിലേക്ക് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ജഡരാഗ്നി ലഹള കൂട്ടും. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഹോമിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ സ്വതസിദ്ധമായ സദ്ബുദ്ധിയുടെ വികാസത്തിന് നാമയജ്ഞങ്ങളിൽ കൂടി, ഭഗവാന്റെ നാമസങ്കീർത്തന മനന ധ്യാനങ്ങളിൽ കൂടി ഭഗവാനും ഭക്തിക്കും ഉള്ള അടുപ്പം ഒന്നായി തീരാൻ ശ്രമിക്കണം. നമ്മൾ ഓരോ ദിവസം ഓരോന്ന് വായിച്ച് കൂട്ടണം. ഞാൻ കുറേ വായിച്ചില്ല, ഈ ഇരിക്കണതൊക്കെ ഞാൻ വായിച്ച പുസ്തകം. ദാറ്റ് ഈസ് എ യൂസ്ലെസ് സെയിം. വായിച്ചുകൊണ്ടേ ഇരിക്കുക, വായിച്ചു തന്നെ വായിച്ചോളൂ. എപ്പോഴും ബുദ്ധീനെ എൻഗേജ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ പ്രായം ചെല്ലുമ്പോൾ ഓർമ്മശക്തി നിലനിന്നു വരില്ല. അപ്പോൾ അതിനെ മൂർച്ച കൂട്ടാൻ സംസാരിച്ചു കൊണ്ടിരിക്കണം നല്ലതാണ്. സംസാരം വേണം, പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലാവരുത്. പിന്നെ എന്തായിരിക്കണം? മറ്റുള്ളവർക്ക് കുളിർമയേകണേ ഭഗവാനെ എന്ന് മനസ്സിലൊരു സങ്കല്പം എടുക്കണം. ഞാൻ പൊതുവെ എല്ലാവരോടും തുറന്ന് സംസാരിക്കും. എന്താ കാരണം? എൻ്റെ മനസ്സിൽ വെയിറ്റ് വരാൻ പാടില്ല. ഈ മനസ്സിൽ വെയിറ്റ് വന്നാൽ അപകട, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, വർദ്ധിച്ചതായ ഭക്തിയാൽ ഏറ്റവും സന്തോഷിച്ച ശ്രീഹരി നിനക്കായിക്കൊണ്ട് ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതായ കാര്യങ്ങൾ പഠിക്കണം. പിന്നെയോ ഭഗവാനെ സംബന്ധിച്ചതുമായ ജ്ഞാനത്തെയും യോഗത്തെയും നല്ലവണ്ണം ഉപദേശിച്ചു. വാസുദേവൻ തന്നെ രക്ഷയെന്ന് കരുതിയിരിക്കുന്നവൻ, വസിക്കുന്ന ദേവൻ തന്നെ രക്ഷ. എന്നിൽ വസിക്കുന്ന ദേവനാണ് എനിക്ക് രക്ഷ. നിങ്ങളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ദേവചൈതന്യമാണ് നിങ്ങൾക്ക് രക്ഷ. യാതൊന്നിനെ പ്രയാസം കൂടാതെ തന്നെ അറിയുന്നു. തന്നിലുള്ള ചൈതന്യത്തിനെ അറിഞ്ഞാൽ ഈ ഭൂമണ്ഡലത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ടോ അത്ര ക്ഷേത്രത്തിൻ്റെയും അവകാശവും ആ ക്ഷേത്രജ്ഞൻ്റെ പിതൃത്വവും നമ്മൾക്ക് സ്വീകരിക്കാം. എന്തേ പറ്റില്ലേ?
അതാണ് സത്യം. ഈ ജഗദീശ്വരൻ്റെ അംശമാണ് ഞാൻ, അതിന് പൂർണ്ണതയുണ്ട്, പരിപൂർണനാണ് എന്നുള്ളൊരു ധാരണ വന്നാൽ മതി. ഇനി ഞാൻ അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഹംസാവതാരത്തെ പറയുന്നു. ഹേ നാരദ, അങ്ങയുടെ അധികരിച്ചതായ ഭക്തിയാൽ സന്തോഷിച്ച ഭഗവാൻ അങ്ങയ്ക്ക് ആത്മതത്വത്തെ വിശേഷമായി പ്രകാശിപ്പിക്കുന്നതും ഭഗവാനെ സംബന്ധിച്ചതും ജ്ഞാനസാധനവുമായ ഭക്തിയോഗത്തെ ഉപദേശിച്ചുവല്ലോ. വാസുദേവൻ തന്നെ രക്ഷയെന്ന് ബലമായി ഉറച്ചിരിക്കുന്നവർ ആ ഭക്തിയോഗ സാരത്തെ നന്നായി അറിയുന്നവരാകുന്നു. അപ്പോൾ അവശ്യം നമ്മൾ അറിയേണ്ടത് ഭക്തിയോഗ സാരത്തെ നന്നായിട്ട് അറിയണം. എങ്ങനെയാണ് ഇരുമ്പിൽ നിന്ന് രസം എടുക്കുക, കരിമ്പിൻ്റെ രസം എങ്ങനെ പാനം ചെയ്യാൻ, അതിനെ എങ്ങനെ ഇടിച്ച് പിഴിഞ്ഞെടുക്കണം എന്നറിഞ്ഞില്ലെങ്കിൽ കടിച്ചു തിന്നാൽ പല്ല് കേട് വരും. മാത്രമല്ല പല്ലിൻ്റെ ബലം പോവും പ്രായമായിട്ടുള്ളവർക്ക്. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഒരു വഴിയുണ്ട്, ആ വഴി അറിഞ്ഞിരിക്കണം. അടുത്ത ശ്ലോകം 20. ചക്രം ച ദിക്ഷവിഹിതം ദശസുസ്വതേജോ മന്വന്തരേഷു മനുവംശധരോ ബിഭർത്തി ദുഷ്ടേഷു രാജസുതമം വ്യദധാൽ സ്വകീർത്തിം സത്യേ ത്രിപൃഷ്ട ഉഷതീം പ്രദയം ചരിത്രേ. ചക്രം ച ദിക്ഷവിഹിതം ദശസുസ്വതേജോ മന്വന്തരേഷു മനുവംശധരോ ബിഭർത്തി ദുഷ്ടേഷു രാജസുതമം വ്യദധാൽ സ്വകീർത്തിം സത്യേ ത്രിപൃഷ്ട ഉഷതീം പ്രദയം ചരിത്രേ. മനുവംശത്തെ നിലനിർത്തുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തെ എന്ന് പറയണം. മനുഷ്യവംശത്തെ ഉദ്ധാരണത്തിനാണ് മനുസ്മൃതി, അല്ലാണ്ട് അത് കത്തിച്ച് കളയേണ്ടതല്ല. ആരെങ്കിലും ഇത് കത്തിച്ച് കളയണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ മഹിമ തോന്നുന്നില്ല എന്നർത്ഥം. അത് മനുസ്മൃതിയുടെ ദോഷമല്ല, ആ വ്യക്തിയുടെ ദോഷമാണ്. എന്തിനേയും ഏതിനും ലൗകിക ദൃഷ്ടിയിൽ കാണരുത്. മനോരമ, മംഗളം, മാതൃഭൂമി അല്ലെങ്കിൽ നീണ്ട കഥ, ചെറുകഥ, നോവൽ വായിക്കുന്ന രീതിയിൽ മനുസ്മൃതി വായിക്കരുത്. മനുസ്മൃതി മനുഷ്യരാശിയുടെ ഗുണത്തെ വിചാരിച്ച് ചെയ്തിട്ടുള്ളതാണ്. രാമായണം, ഭാഗവതം ഒക്കെ ഇതറിയാണ്ട് വായിക്കാണ്ട് കത്തിക്കട എന്ന് പറഞ്ഞാൽ അതൊരു തരം ബോഷ്കത്തരം ഞാൻ പറയുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, മനുവംശത്തെ നിലനിർത്തുന്ന ഭഗവാൻ 10 ദിക്കുകളിലും തടസ്സമില്ലാത്തതായ തൻ്റെ ശക്തിയാകുന്ന ചക്രത്തെ, അതാണ് സുദർശനം. നാരായണ ഗുരുദേവൻ്റെ ദർശനം, ചട്ടമ്പി സ്വാമികളുടെ ദർശനം, ശങ്കരാചാര്യരുടെ ദർശനം. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കണ്ണ് കാണാത്തത് കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി ശരിയായ വഴിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നവർക്ക് നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഈഴവന്മാർക്കേ വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അസംബന്ധ. ചട്ടമ്പസ്വാമികളുടെ നായന്മാർക്ക്, ശങ്കരാചാര്യരുടെ നമ്പൂരിമാർക്ക് എന്നൊക്കെ പറഞ്ഞത് തീരെ ബുദ്ധിയില്ലാത്തവരാ. അങ്ങനെയാണ്. അപ്പോൾ മന്വന്തരങ്ങളിൽ ഭരിക്കുന്നു. ദുഷ്ടന്മാരായ രാജാക്കന്മാരിൽ ദമത്തെ ധരിച്ച് ചരിത്രങ്ങൾ കൊണ്ട് 3 ലോകങ്ങളുടെ ഉപരിയിലുള്ള സത്യലോകത്തിൽ, നമ്മൾ ഈ വിചാരിക്കുന്ന 3 ലോകങ്ങളുണ്ട്. ഏതാ? സ്വർഗം, ഭൂമി, പാതാളം. അതിന് ഉപരി ഒരു ലോകമുണ്ട്, അതാണ് സത്യലോകം. അതിൻ്റെയും ഉപരിയാണ് പിന്നെന്താണെന്ന് പറയാം, വൈകുണ്ഠം എന്ന് പറഞ്ഞത്. അപ്പോൾ സത്യലോകത്തിൽ മനോഹരമായ തൻ്റെ കീർത്തിയെ പ്രസിദ്ധപ്പെടുത്തുവാനായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഭാവാർത്ഥം നോക്കാം. മനുവിൻ്റെ പരമ്പരയെ നിലനിർത്തുന്നതിനായി മനുരൂപത്തെ ധരിച്ച ഭഗവാൻ
അപ്പോൾ മനുസ്മൃതി കത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരനെ കത്തിക്കാന്നാ. എന്നാൽ ഈശ്വരനാണെങ്കിൽ നിരാകാരനാണ്. അപ്പോൾ നിരാകാരനെ എങ്ങനെ കത്തിക്കുക? പറ്റില്ല. അപ്പോൾ ഈ കത്തിക്കൽ പ്രസ്ഥാനം ഒഴിവാക്കുക. അപ്പോൾ ഭഗവാൻ 10 ദിക്കിലും വ്യാപിച്ച തൻ്റെ തേജസ്വരൂപമായ ആജ്ഞാചക്രത്തെ, ഈ സുദർശനം എന്താ? ആജ്ഞാചക്രം. അത് നാരായണ നാരായണ എന്ന് ശുദ്ധഗതിയിൽ എത്ര നമ്മൾ ജപിക്കണു, ആ സുദർശന ചക്രം നമ്മൾക്കും അംബരീഷ മഹാരാജാവിന് ഭഗവാൻ കൊടുത്ത പോലെ നമ്മളിലും അത് പ്രകൃഷ്ടേന കാണാൻ സാധിക്കും. അവർ ആജ്ഞ ചെയ്ത ആൾക്കാർ ഇരിക്കും, ഇല്ലാത്തവരിരിക്കില്ല. ആജ്ഞ നൽകണമെന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുന്ന ജ്യേഷ്ഠനെ പോലെ, അവരെ രക്ഷിക്കുന്ന പിതാവിനെ പോലെ, ഗുരുനാഥനെ പോലെ ആയിത്തീരുന്നു നാം എന്നുള്ളൊരു അവബോധം കേൾക്കുന്നവർക്ക് ഉണ്ടാക്കി തീർക്കണം. അതിന് കുറച്ച് പരിശ്രമിക്കണം. തെരുവ് പ്രസംഗം പറ്റില്ല അതിന്, പരമശൈലി. അപ്പോൾ ആ ആജ്ഞാചക്രത്തെ എല്ലാ മന്വന്തരങ്ങളിലും ധരിക്കുന്നു. തൻ്റെ ചരിത്രങ്ങൾ കൊണ്ട് 3 ലോകങ്ങളുടെയും ഉപരിയിലിരിക്കുന്ന സത്യലോകത്തിലും മനോഹരമായ കീർത്തിയെ വ്യാപിച്ചുകൊണ്ട് ദുഷ്ടന്മാരായ രാജാക്കന്മാരിൽ ദണ്ഡത്തെ ഏർപ്പെടുത്തുന്നു. അപ്പോൾ ദണ്ഡിക്കപ്പെടണം. എന്തിന്? ദുഷ്കർമ്മങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ. ഇന്ന് ഈ ദണ്ഡം എന്നുള്ളതില്ല. ഗൃഹസ്ഥനായിരിക്കുന്ന അച്ഛൻ കുട്ടികളെ ദണ്ഡിക്കണം, ജ്യേഷ്ഠൻ അനിയനെ ദണ്ഡിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അതിനുള്ള വിവരം ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. ദണ്ഡിക്കണം എന്ന് വിചാരിച്ചാൽ പോരാ. ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർനാംനാ നൃണാം പുതുരുജാം രുജ ആശുഹന്തി യജ്ഞേജ ഭാഗം അമൃതായുര വാവരുന്ധ ഭാഗം അമൃതായുരവാ അവരുന്ധ ആയുശ്ച വേദമനുശാസ്ത്യവതീര്യലോകേ ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർനാംനാ നൃണാം പുരുരുജാം രുജ ആശുഹന്തി യജ്ഞേജ ഭാഗം അമൃതായുരവാവരുന്ധ ആയുശ്ച വേദമനുശാസ്ത്യവതീര്യലോകേ. ലോകത്തിൽ കീർത്തി തന്നെ സ്വരൂപത്തോടു കൂടിയ, യശസ് സ്വരൂപത്തോടു കൂടിയ ധന്വന്തിരിയായിട്ട് ഭഗവാൻ ധന്വന്തിരിയായി അവതരിച്ചിട്ട് അധിക രോഗങ്ങളോട് കൂടിയ മനുഷ്യരുടെ രോഗങ്ങളെ ക്ഷണത്തിൽ ഹനിക്കുന്നു. അപ്പോൾ നാശമില്ലാത്ത ആയുസ്സിനെ നൽകുന്നവൻ. എന്താ ഈ അമൃതായു? നാശമില്ലാത്ത ആയുസ് എന്ന് പറഞ്ഞാൽ മോക്ഷ. ജനിക്കണമില്ല, മരിക്കണമില്ല. യോഗത്തിൽ ഭാഗത്തെ ലഭിച്ചു. അവാവരുന്ധേ ആ യജ്ഞേജ ഭാഗമമൃതായ അവാവരുന്ധേ. അപ്പോൾ യാഗത്തിൽ ഭാഗത്തെ അവരാവരുന്ധേ ലഭിച്ചു. വേദം ആയുസ്സിനെ സംബന്ധിച്ച വേദത്തെ, വേദം എന്ന് പറഞ്ഞാൽ ആയുസ്സിനെ സംബന്ധിച്ച വേദത്തെ പ്രവർത്തിപ്പിക്കുന്നു. അനുശാസ്തി എന്ന് പറഞ്ഞാൽ പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തികളുടെയും ഉള്ളിലിരുന്നിട്ട് ജഗദീശ്വരൻ ചെയ്യുന്നത്. അതിനാണ് ഇതൊരു ശാസ്ത്രഗ്രന്ഥാണ് എന്ന് പറയണത്. ഇത് സെമറ്റിക് മതങ്ങളെ പോലെ വലിയൊരു ഹാളിലോ ഒരു പന്തലിലോ വെച്ച് ചെയ്യേണ്ടതല്ല, വ്യക്തിഗതമാണ്. അപ്പോൾ ആരോടാണ് നമ്മൾ ഉപദേശിക്കണേ? അവരെ സ്വാധ്യായം ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടാവണം.
അല്ലാണ്ട് സ്കൂളിൽ പഠിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. ഈ 7 ദിവസം കൊണ്ട് ഒരു ആയുസ്സിൽ മുഴുവൻ തീരാത്തൊരു സബ്ജക്റ്റാണ്. 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസത്തെ സത്രം കൊണ്ട് ഞങ്ങൾ മല മറിച്ചു, സമുദ്രം കുഴിച്ചു എന്നൊക്കെ പറയും ആൾക്കാർ, സംഘാടകർ. ഒന്നുമില്ല. സോറി, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഇനി അതിന് ഭാവാർത്ഥം പറയണു. ഭഗവാൻ ലോകത്തിൽ താൻ തന്നെ കീർത്തിസ്വരൂപനായി ധന്വന്തിരി എന്ന പേരോട് കൂടിയവനായി അവതരിച്ചിട്ട് അനേക രോഗങ്ങളോട് കൂടിയ ജനങ്ങളുടെ രോഗങ്ങളെ സ്വനാമോച്ചാരണമെന്ന ദിവ്യ ഔഷധത്താൽ തന്നെ. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഇത് മനസ്സിലാക്കണം. ഏത് മനസ്സിലാക്കണം? അനേക രോഗങ്ങളോട് കൂടിയ ജനങ്ങളുടെ രോഗങ്ങളെ അതായത് സ്വന്തം ഈശ്വരൻ്റെ നാമോച്ചരണമെന്ന ദിവ്യൌഷധത്താൽ തന്നെ സംഹരിക്കുകയും. ഇത് വിട്ടിട്ട് ഇത് പഠിക്കാണ്ട് നമ്മൾ എങ്ങനെ സപ്താഹം ചെയ്യും? ഈ അർത്ഥതലങ്ങൾ അറിയാതെ കൊണ്ട് ഈ 14,000 ശ്ലോകങ്ങൾ ഞാൻ പല രീതിയിൽ ഞാൻ വായിക്കും സാറേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് വായിക്കാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. ഈ ഇൻട്രിക്കസീസ്, ഇതിൻ്റെ ഗരിമ മനസ്സിലാക്കാണ്ട് നമ്മൾ അധപ്പതിക്കല്ലേ ചെയ്യുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ജനങ്ങളുടെ രോഗങ്ങളെ സ്വനാമോച്ചാരണമെന്ന ദിവ്യൌഷധത്താൽ തന്നെ സംഹരിക്കുകയും നാശരഹിതമായ ആയുസ്സിനെ അവർക്ക് നൽകുകയും എന്ന് പറഞ്ഞാൽ അവർക്ക് മോക്ഷം നൽകുന്ന അർത്ഥം. നാശരഹിതമായ ആയുസ്സിനെ അവർക്ക് നൽകുകയും ചെയ്യുന്നു. അസുരന്മാർ വിരോധിച്ചതായ തൻ്റെ യാഗഭാഗത്തെ പ്രാപിച്ചു, ആയുർവേദത്തെ ലോകത്തിൽ പ്രചരിപ്പിച്ചു. പക്ഷെ നമ്മളെന്താ ചെയ്യണത്? പെട്ടെന്ന് ആൾക്കാർക്ക് ദുഃഖനിവൃത്തി, ശരീരവേദന മാറ്റാൻ ഈ ആസവത്തിലും എല്ലാം ചില ദുഷ്പ്രേരണയുള്ളവർ അലോപ്പതി ഗുളിക അരച്ച് ചേർക്കണമെന്നാണ് കിംവദന്തി. പെട്ടെന്ന് വീര്യം കിട്ടാനും പെട്ടെന്ന് അസുഖം ലഭിക്കാനും. അങ്ങനെയല്ല. നാമോച്ചാരണം ഉണ്ടോ? രക്ഷപ്പെടാം. ഈശ്വരനാമങ്ങൾ ഉച്ചരിക്കാണ്ട് എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ ക്ഷത്രം ക്ഷയായ വിധിനോപഭൃതം മഹാത്മാ ബ്രഹ്മദൃഗുദ്ധിതപദം നരകാർത്തിലിപ്സു ഉദ്ധന്ധ്യസാവവനി കണ്ടകമുഗ്രവീര്യസ്ത്രിസപ്തകൃത്വ ഉരുധാരപരശ്വധേന. ക്ഷത്രം ക്ഷയായ, ഈ ശരീരം ക്ഷയിക്കാനുള്ളതാണ്. വിധിനോപഭൃതം മഹാത്മാ ബ്രഹ്മദൃഗുദ്ധിതപദം നരകാർത്തിലിപ്സു ഉദ്ധന്ധ്യസാവവനി കണ്ടകമുഗ്രവീര്യസ്ത്രിസപ്തകൃത്വ ഉരുധാരപരശ്വധേനാം. നാശത്തിനായിക്കൊണ്ട് ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെട്ടതും ബ്രാഹ്മണർക്കായിക്കൊണ്ട് ദ്രോഹത്തെ ചെയ്യുന്നതും ഉപേക്ഷിക്കപ്പെട്ട സന്മാർഗത്തോടുകൂടിയതും നരകദുഃഖത്തെ പ്രാപിപ്പാൻ ഇച്ഛയോടുകൂടിയതും ഭൂമിക്ക് മുള്ളു പോലിരിക്കുന്നതായ ക്ഷത്രജാതിയെ 21 പ്രാവശ്യം അധികരിച്ച വീര്യത്തോടുകൂടിയ മഹാത്മാവായ ഭഗവാൻ മഹത്തായ മൂർച്ചയോടുകൂടിയ ഉടാരത്താൽ ഉന്മൂലനാശം ചെയ്തു. ഇവിടെ പരശുരാമചരിതമാണ് സ്മരിച്ചത്. പരശുരാമചരിതത്തിൽ പരശുരാമൻ തൻ്റെ അമ്മയ്ക്ക് ദുഃഖത്തിനിടയാക്കിയ ദുഷ്പ്രേരണയുള്ള ക്ഷത്രിയവർഗത്തെ 21 വട്ടം നശിപ്പിച്ചു. എത്ര? 21 വട്ടം ഭൂമണ്ഡലത്തിൽ നിന്ന് ഈ ദുഷ്പ്രേരണയുള്ള രാജാക്കന്മാരെ ഇല്ലാണ്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്.
ലോകത്തിൻ്റെ നാശത്തിനായി കൊണ്ട് ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെട്ടതും സന്മാർഗത്തെ തെറ്റി നടക്കുന്നതും നരകദുഃഖത്തെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നതോ എന്ന് തോന്നുമാറ് ലോകത്തെ ദുഃഖിപ്പിക്കുന്നതുമായ ക്ഷത്രവർഗത്തെ ഉഗ്രമായ പരാക്രമത്തോടുകൂടിയ ഈ ഭഗവാൻ പരശുരാമനായി അവതരിച്ചിട്ട് അത്യന്തം മൂർച്ചയുള്ളതായ തൻ്റെ കുഠാരമെന്ന ആയുധത്താൽ 21 പ്രാവശ്യം മൂലച്ഛേദം ചെയ്തു നാം. അപ്പോൾ എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജാക്കന്മാരെ കൊന്നു എന്നങ്ങോട്ട് പറഞ്ഞു പോകരുത്. ദുഷ്പ്രേരണ ഉള്ള ആൾക്കാരെ തന്നെ കൊന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ രസാനുഭൂതി വളർത്തിക്കൊണ്ടിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ പഠിക്കാണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാവും? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അതിൽ എല്ലാ ജീവജാലങ്ങൾക്കും സ്വസ്ഥിയും സമാധാനവും സംഭവിക്കാതെ കണ്ടിരിക്കില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. നാളെ കാണാം.